പ്രൈസ് ദി ലോർഡ്. റാപ്ചർ ഉൽപ്രാവണം സംഭവിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണം? 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ നമ്മെ അത് വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. എന്താണ് അവിടെ പറയുന്നത്? ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും ഇതുതന്നെയാണ് റാപ്ചർ. കർത്താവിൻ്റെ പ്രത്യക്ഷത, യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷത. ആ സമയത്ത് സഭ ഭൂമിയിൽ നിന്നും കർത്താവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ കൂടിച്ചേരലും അതാകുന്നു റാപ്ചർ. റാപ്ചർ സംഭവിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം? അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആദ്യമേ എന്തു സംഭവിക്കണം? ഒരു വിശ്വാസത്യാഗം സംഭവിക്കണം. പ്രവചനങ്ങൾ പ്രകാരം, പ്രവചനങ്ങളിലെ കണക്കുകൾ പ്രകാരം 1/3 വിശ്വാസികൾ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകണം. മാത്രവുമല്ല, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു വെളിപ്പെടുകയും വേണം. ഇത് രണ്ടും സംഭവിക്കാതെ റാപ്ചർ നടക്കുകയില്ല. ഇനി അതിൻ്റെ അടുത്ത വചനം പറയുന്നു, 4-ാം വചനം പറയുന്നു, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് പ്രഖ്യാപിക്കണം എന്നും കൂടെ. യഹൂദന്മാർ പണിയാൻ പോകുന്ന 3-ാം ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് എതിർ ക്രിസ്തു ദൈവമെന്ന് പ്രഖ്യാപിക്കുകയും കൂടെ വേണം. അതും കൂടെ സംഭവിച്ചതിനു ശേഷം മാത്രമാണ് റാപ്ചർ സംഭവിക്കുന്നത്. റാപ്ചർ സംഭവിക്കുന്നത് എപ്പോഴാണ്? 7 വർഷത്തിന് മുന്നേയാണോ റാപ്ചർ സംഭവിക്കുന്നത്? അതോ 7 വർഷത്തിൻ്റെ അവസാനത്തിലാണോ റാപ്ചർ? കർത്താവ് നമുക്ക് എഴുതി തന്ന തിരുവചനങ്ങൾ എന്തു പറയുന്നു റാപ്ചറിനെ കുറിച്ച്? നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നു എങ്കിൽ അത് വചനത്തിൽ ഉണ്ടായിരിക്കണം. വെറും ഒരു ആശയത്തിൻ്റെ പുറകാലെ നിങ്ങൾ പോകരുത്. നിങ്ങൾ ചതിക്കപ്പെടും. ബൈബിൾ വചനപ്രകാരം റാപ്ചർ സംഭവിക്കുന്നത് 7 ഇയർ ട്രിബുലേഷൻ്റെ മധ്യഭാഗത്താകുന്നു. മിഡിൽ പോയിന്റിലാകുന്നു റാപ്ചർ സംഭവിക്കുന്നത്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു, ആദ്യമേ ഒരു വിശ്വാസത്യാഗം സംഭവിക്കണം. അതിനുശേഷം എതിർ ക്രിസ്തു ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പെടുകയും കൂടെ വേണം. ഇത് രണ്ടും, ഈ പ്രധാനപ്പെട്ട ഇവൻറ്റുകളെല്ലാം സംഭവിക്കുന്നത് ഫസ്റ്റ് 3.5 ഇയറിൽ ആകുന്നു, കഷ്ടകാലത്തിൽ ആകുന്നു. 7 വർഷത്തെ നമ്മൾ 2ആയി തിരിക്കുന്നു. ആദ്യത്തെ 3.5 വർഷം കഷ്ടകാലം, രണ്ടാമത്തെ 3.5 വർഷം മഹാകഷ്ടകാലം. 7 വർഷം മഹോദ്രവകാലം അല്ല. എതിർ ക്രിസ്തു വെളിപ്പെടാതെ, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് പ്രഖ്യാപിക്കാതെ റാപ്ചർ ഇല്ല. 7 വർഷത്തിന് മുന്നേ ബൈബിൾ വചനപ്രകാരം റാപ്ചർ ഇല്ല. അതുപോലെ 7 വർഷത്തിൻ്റെ അവസാനവും ഇല്ല. ഒറ്റ റാപ്ചർ മാത്രമാണ് ബൈബിളിൽ ഉള്ളത്. അത് സംഭവിക്കുന്നത് 7 ഇയർ ട്രിബുലേഷൻ്റെ മധ്യഭാഗത്താകുന്നു. റാപ്ചറിൻ്റെ ഉൽപ്രാവണത്തിൻ്റെ അടയാളം എന്താണ്? അതായത് ഉൽപ്രാവണം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനം, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. ഇതാണ് റാപ്ചറിൻ്റെ അടയാളം. ആ കാലത്തിലെ കഷ്ടം, ഏതു കാലത്തിലെ കഷ്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് 3.5 ഇയർ ആകുന്ന കഷ്ടകാലം, ട്രിബുലേഷൻ പീരീഡ്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ മിഡ് പോയിന്റിൽ സൂര്യൻ ഇരുളും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. റാപ്ചർ നടന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇത്. ഇവിടെ അവശേഷിക്കുന്നവർക്കും ലോകത്തിനും ദൈവം കൊടുക്കുന്ന അടയാളമാണ് സൂര്യൻ ഇരുണ്ടു പോകുന്നതും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുന്നതും. ഇതേ വചനങ്ങൾ തന്നെ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, അവരുടെ മുമ്പിൽ
ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു. ഇതാണ് റാപ്ചറിൻ്റെ അടയാളം. അതുപോലെ തന്നെ യോവേൽ 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. ഇതാണ് റാപ്ചറിൻ്റെ അടയാളം. യെശയ്യാവ് 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ആമോസ് 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. മിഡ് പോയിന്റിൽ സൂര്യൻ ഇരുളുന്നത് നിങ്ങൾ കണ്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ റാപ്ചറിൽ എടുക്കപ്പെട്ടില്ല എന്നതാണ്. കർത്താവിൻ്റെ വരവ് മിഡിൽ പോയിന്റിൽ ആണ്. മിഡ് പോയിന്റിലാണ് റാപ്ചർ സംഭവിക്കുന്നത്. ആ സമയത്തേക്കാണ് ഒരുങ്ങേണ്ടത്. 7 വർഷത്തിന് മുന്നേ റാപ്ചർ ബൈബിൾ വചനപ്രകാരം ഇല്ല. ഈ അന്ത്യനാളുകളിൽ കർത്താവ് നോക്കുമ്പോൾ തൻ്റെ ജനത്തെ 7 ടൈപ്പ് വിശ്വാസികളായി കർത്താവ് കാണുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം. അവിടെ 7 സഭകൾക്ക് കർത്താവ് ദൂത് എഴുതുന്നുണ്ട്. അതിൽ അവർക്കുള്ള തെറ്റും കുറ്റങ്ങളും എല്ലാം കർത്താവ് പറയുന്നു. കുറ്റങ്ങൾ മനസ്സിലാക്കി കുറവുകളുണ്ടെങ്കിൽ റിപ്പൻറ്റ് ചെയ്താട്ടെ. കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു. റിപ്പൻറ്റ് ചെയ്ത് ഹൃദയം ശുദ്ധമാക്കി നിങ്ങൾ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നില്ല എങ്കിൽ സെക്കൻഡ് 3.5 ഇയറിലേക്ക് ഗ്രേറ്റ് ട്രിബുലേഷൻ കാലഘട്ടത്തേക്ക് നിങ്ങളിവിടെ അവശേഷിക്കപ്പെടും. സൂര്യൻ ഇരുളുന്നത് നിങ്ങൾ കാണേണ്ടി വരും. കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. രഹസ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ കർത്താവ് അറിയുന്നു. കർത്താവിന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നിങ്ങളുടെ പാപങ്ങൾ റിപ്പൻറ്റ് ചെയ്ത് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ചാട്ടെ. നിങ്ങളുടെ ഹാർട്ട് പ്യുവറാണോ? ഹൃദയത്തിൽ ശുദ്ധിയുണ്ടോ? വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എഴുതി വെച്ച വചനം നിങ്ങൾ പാലിച്ചോ? കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? വചനമനുസരിച്ച് നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ? ഇതിലില്ലാത്തതാണോ നിങ്ങൾ ചെയ്യുന്നത്? ആണെങ്കിൽ ജഡ്ജ്മെൻ്റ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. റിപ്പൻറ്റ്. യേശു കർത്താവിൻ്റെ ജെനുവിൻ ബോൺ അഗെയിൻ വിശ്വാസിക്ക് വേണ്ടതായ എല്ലാ നന്മകളും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നാം നമ്മുടെ ഒറ്റയ്ക്കുള്ള നിത്യതയ്ക്കു വേണ്ടി ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കണം. സത്യത്തെ അന്വേഷിക്കണം. സത്യത്തെ കണ്ടു കിട്ടുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദ്യരായി വെളിപ്പെടുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാവരെയും കർത്താവ് ഒരുക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.